വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടുമ്പോൾ കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റോറുകളിലും മാർക്കറ്റുകളിലും അവശ്യ സാധനങ്ങളില്ല. കുടിശ്ശിക കോടികൾ കവിഞ്ഞപ്പോൾ വിതരണക്കാർ കൺസ്യൂമർ ഫെഡിനെ കൈയൊഴിഞ്ഞു. സർക്കാർ നൽകാനുള്ള 400 കോടി രൂപയും ഇതുവരെ കൊടുത്തിട്ടില്ല. കൺസ്യൂമർ ഫെഡിന്റെ കീഴിൽ 200-ലധികം ത്രിവേണി സ്റ്റോറുകളും 140 മൊബൈൽ ത്രിവേണി യൂണിറ്റുകളുമാണുള്ളത്. ഇവിടങ്ങളിൽ മിക്കയിടത്തും അരിയും പലവ്യഞ്ജനവും ഉൾപ്പെടെയുള്ളവയുടെ സ്റ്റോക്ക് തീർന്നു. സാധനങ്ങൾ വാങ്ങാനുള്ള ശേഷിയും കൺസ്യൂമർ ഫെഡിന് ഇപ്പോഴില്ല. കുടിശ്ശിക തീർക്കാതെ വിതരണക്കാർ സാധനങ്ങൾ നൽകുന്നുമില്ല. ഇതോടെ 1 ലക്ഷം രൂപ വരെ പ്രതിദിനം വിറ്റുവരവുണ്ടായിരുന്ന യൂണിറ്റുകളിൽ ഇപ്പോൾ വിൽപ്പന 10,000-ൽ താഴെ മാത്രം. ഓണവിപണിയിൽ കാര്യമായി ഇടപെടാനും കൺസ്യൂമർ ഫെഡിനാകില്ലെന്ന് ഉറപ്പായി. സഞ്ചരിക്കുന്ന ത്രിവേണി യൂണിറ്റുകളും സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. 2012-13 സാമ്പത്തിക വർഷത്തിൽ ചെലവഴിച്ച തുകയേക്കാൾ 218.67 കോടി രൂപയുടെ കുറവാണ് കഴിഞ്ഞ വർഷത്തെ പർച്ചേസിൽ മാത്രം ഉണ്ടായത്. സാധനങ്ങൾ ലഭ്യമല്ലാതായതോടെ ജനം കൺസ്യൂമർ ഫെഡിന് കൈയൊഴിഞ്ഞു തുടങ്ങി. ഇപ്പൊ സാധനം ഇല്ല, നമുക്ക് വേണമെന്നുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പോകാത്തത്. പിന്നെ പൊതുവിൽ ഇതിൽ സാധനം ഇപ്പൊ കുറവ് തന്നെ. കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ കമ്പ്യൂട്ടർ സ്റ്റേഷനറി വിഭാഗങ്ങൾ മാത്രമാണ് ലാഭത്തിലുള്ളത്. വിതരണക്കാർക്ക് കൊടുക്കാനായി വായ്പ എടുക്കലാണ് പതിവ്. 2008 മുതലുള്ള വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങി. കടം 180 കോടിയായി കുമിഞ്ഞുകൂടി. ഇതിനൊപ്പമാണ് അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തുവന്നത്. അഴിമതി ആരോപണത്തെ തുടർന്ന് MD-യെ മാറ്റി വിജിലൻസ് അന്വേഷണവും നേരിടുന്നു. ഇപ്പോൾ വിലക്കയറ്റത്തെ നേരിടാനല്ല, നിലനിൽപ്പിനായി പെടാപ്പാടുപെടുകയാണ് കൺസ്യൂമർ ഫെഡ്.